ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലേനും ഇന്നലെ നോമ്പ് പണിയേനും കേട്ടോ, നനച്ചുള്ളി പണിയേനും. അപ്പോൾ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. വീഡിയോ ഒക്കെ ഉണ്ടായിട്ട് എടുത്ത് വെച്ചത് നമ്മൾ ബറാത്ത് നോമ്പിൻ്റെ അന്ന് നോമ്പ് തുറൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ കിച്ചണിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിനി. നമ്മൾ സ്റ്റോക്ക് റൂമിൽ സ്റ്റോക്കൊക്കെ ഉണ്ടണ ദിവസേനും. അപ്പോൾ അങ്ങനെ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് അസർ ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. മക്കൾക്കൊക്കെ നോമ്പുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അവൾക്ക് ചായയും കടിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് കുറേ നേരം മുന്നേ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഐസ് വിടാൻ വേണ്ടിയിട്ട്. ചിക്കൻ കറി നൂൽപുട്ടുമാണ് കേട്ടോ ഉണ്ടാക്കണമെന്ന് വിചാരിക്കണത്. ഇന്ന് എന്താണെന്ന് അറിയില്ല കേട്ടോ, ഒന്ന് നല്ല ക്ഷീണമുണ്ട്. അപ്പം പത്തിരിക്ക് മാവ് കുഴക്കാനൊന്നുള്ള ഒരു ഉഷാറില്ല. പിന്നെ നേരെ ഒരുപാട് അയക്കണ്. പത്തിരി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു അരമണിക്കൂർ നേരത്തെ വരണം കിച്ചണിക്ക്. അപ്പോൾ ഇതിപ്പോൾ ഒരു 4-4:30 ആയി തുടങ്ങിയിട്ടോ ഇപ്പോൾ സമയം. അപ്പോൾ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ ഐഫ കുട്ടിക്കൊക്കെ നോമ്പുണ്ട് കേട്ടോ, നോമ്പൊക്കെ നോറ്റിക്കണ്. പിന്നെ റിച്ചുമോനും ഒക്കെ ഉണ്ട് നോമ്പ്. അപ്പോൾ കുറച്ച് നേരം കടന്നുറങ്ങിക്കോന്നൊന്നും പറഞ്ഞാൽ കേൾക്കൂല. ഞാൻ കിച്ചണിക്ക് വന്നാൽ എൻ്റെ ഒപ്പോളും പോരും. അപ്പോൾ എന്തായാലും ആദ്യം ചിക്കൻ കറി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച് ചിക്കനൊക്കെ ഞാൻ കഴുകി വെള്ളമൊക്കെ ചോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം ഒരു ഉരുളക്കിഴങ്ങും അതേപോലെ ഒരു സവാളയും ഒരു തക്കാളിയൊക്കെ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വേഗം ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കറി അടുപ്പത്ത് വെച്ചാൽ പിന്നെ നമുക്ക് ഇങ്ങനെ അകത്ത് വേറെ എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ ആ കറിക്കുള്ളതൊക്കെ ഞാൻ ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചും വെച്ചു. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് കഴുകി അതുമായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേഗം പോയിട്ട് അടുപ്പ് കത്തിച്ച് കറി അടുപ്പത്ത് വെക്കാം. അപ്പോൾ അടുപ്പ് ഞാൻ വേഗം കത്തിച്ചെടുത്തിട്ടോ. പിന്നെ ഒരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ ഇതൊക്കെ കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് വഴറ്റിയെടുക്കും. എളുപ്പത്തിൽ കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യുക. ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഒക്കെ കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിക്കിടാനുള്ള മസാലപ്പൊടികളാണ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കും. പിന്നെ നമ്മൾ ചിക്കൻ കഴുകി വെച്ചിക്കണമല്ലോ അതൊക്കെ ഇട്ടിട്ടാണ്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ എളുപ്പക്കറി ഉണ്ടാക്കൽ. സമയം നല്ലോണം ഉണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് ചിക്കൻ കറി. പിന്നെ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നില്ലേ. ചിക്കൻ കറി ആണ് വെച്ചാൽ കുട്ടികൾക്ക് ചിക്കനാണ് ഇഷ്ടം ബീഫിനെക്കാട്ടിലും. ബീഫും ഇഷ്ടമാണ്, എന്നാലും ബീഫ് കിട്ടണമെങ്കിൽ രാവിലെ പോകണം. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് അധികം ജോലികളൊക്കെ ഉണ്ടായിന് വീട്ടിൽ. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ടൊന്നുമില്ല ഇന്ന് ബീഫൊന്നും വാങ്ങാൻ. അപ്പോൾ ചിക്കൻ ഇന്നലെ വാങ്ങിയതുണ്ടായിന് ഞാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാണ് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ രാവിലെ അറിയാലോ, രാവിലെ നമ്മളെ വീട്ടിലത്തെ ജോലികൾ തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വർക്കുകളും കാര്യങ്ങളും വേറെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഹോം ഷോപ്പിലത്തെ പ്രൊഡക്റ്റുകളൊക്കെ കൊടുത്ത് ഒരു ഫസ്റ്റ് അടവ് വാങ്ങണ ടൈമാണിപ്പം. അപ്പോൾ നമ്മൾ കരലായിലുള്ള ആൾക്കാരെ ഫസ്റ്റ് അടവൊക്കെ വാങ്ങാൻ വേണ്ടി പോയിനി രാവിലെ. പിന്നെ അതിൻ്റെ ഇടയിൽ സ്റ്റോക്ക് എണ്ണാൻ പോയി. അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്ത ദിവസമാണ്. നോമ്പും അല്ലേ, നോമ്പാകുമ്പോൾ പിന്നെ കുക്കിംഗ് ഇല്ല, അല്ലാത്ത പണികളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ കുട്ടികൾക്കും കൂടി നോമ്പ് ഉള്ളതുകൊണ്ടേ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിക്കൻ കറി അടുപ്പത്തായിട്ടോ. ഇനി അതവിടെ കടന്നിട്ട് വെന്തോളും. ഇടയ്ക്കൊന്ന് തീ കത്തിച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇവിടെ തേങ്ങയൊക്കെ മഞ്ഞമുളക് കൊണ്ട് ചിരകിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ വറുത്തെടുക്കണമുണ്ട് കേട്ടോ കറിക്കുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പ് കിട്ടുമ്പം വേറെ എല്ലാ ജോലികളും ചെയ്യും കേട്ടോ. ഒക്കെ നിങ്ങൾ ക്യാമറയിൽ കൂടെ കാണൂല, ക്യാമറ ഓൺ ചെയ്താലല്ലേ എല്ലാം കാണുള്ളൂ. കുക്കിംഗ് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട്. നമ്മളെ ക്യാമറമാനും ഞാൻ തന്നെയല്ലേ. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടോ. തേങ്ങയൊക്കെ വറുക്കുമ്പോൾ എല്ലാവർക്കും അറിയില്ല എന്തൊക്കെ ഇട്ട് കൊടുക്കണ്ടേന്നൊക്കെ. അപ്പോൾ തേങ്ങയൊക്കെ വറവായപ്പോൾ അതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് പിന്നെ ആ പാനന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടോ. ഇനി വേറൊരു പാന് ചൂടാക്കണ്ടല്ലോ. പിന്നെ ഒക്കെ കൂടെ എടുത്താണ് നിരത്തി കഴിഞ്ഞാൽ പാത്രം കഴുകാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം ഒരു പാനിൽ തന്നെ ആയാൽ പിന്നെ പാത്രം കഴുകാനും കുറച്ച് കുറവായി കിട്ടും. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ അതിക്ക് മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പാനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 3 സവാള പിന്നെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്ത് ഇനി അതേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ അതിക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. പിന്നെ നമ്മളിപ്പോൾ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടില്ലേനോ, ആ സമയമൊക്കെ ആയപ്പോൾ തന്നെ ചിക്കനൊക്കെ തിളച്ച് 2-3 തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഞാൻ
എല്ലില്ലാത്ത പീസുള്ള ചിക്കനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തുട്ടോ. ചിക്കനും ബീഫൊന്നും ഇല്ലെങ്കിലേ ഉരുളക്കിഴങ്ങ് പിന്നെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് സ്നാക്സാണോ ഉണ്ടാക്കുന്നത് ആ സ്നാക്സും അടിപൊളിയേക്കാരം. അങ്ങനെ സ്നാക്സിനുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി അത് അവിടെ മാറ്റി വെച്ചിട്ടോ. പിന്നെ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള അരിപ്പൊടി ഇതാ ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ നല്ല ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതേ സ്പൂൺ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം ഞാൻ അളന്നൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കുറേശ്ശെ അങ്ങനെ ചേർത്ത് കൊടുത്ത് സ്പൂൺ കൊണ്ട് അങ്ങനെ ഇളക്കി കൊടുത്തു. നമുക്കറിയാലോ പൊടി നനഞ്ഞ് വരുമ്പം പിന്നെ വെള്ളം എത്ര വേണ്ടത് എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ വെള്ളം കുറച്ച് കൊടുത്താൽ മതി. അങ്ങനെ നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കിട്ടോ. പിന്നെ ഇതാ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് പച്ചത്തേങ്ങയും ചേർത്തിക്കണം കേട്ടോ ഞാൻ. അപ്പോൾ ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ജാറിലിട്ടുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, മഞ്ജുമോൾ അരച്ച് തരും. നൂൽപുട്ടുക്കും പത്തിരിക്കൊക്കെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി നല്ല ടേസ്റ്റാട്ടോ. ഇവിടെ കുട്ടികൾക്കും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇതേപോലെ പിന്നെ വറുത്തരച്ച ചിക്കൻ കറി. അപ്പോൾ അത് ജാറിലിട്ട് മഞ്ജുമോളെ കയ്യിൽ കൊടുത്ത് ഓളത് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ പിന്നെ നൂൽപുട്ട് പീച്ചെടുക്കാം കേട്ടോ. നൂൽപുട്ടിൻ്റെ പ്ലേറ്റിൽ കുറച്ച് എണ്ണ അങ്ങനെ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടുകാർ ഈ ഒരു മരത്തിൻ്റെ അച്ചിനെ കുറിച്ചിട്ട് ചോദിക്കലുണ്ട് എന്നോട്. ഇത് സാധാരണ നമ്മൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങണ കട ഉണ്ടല്ലോ, അങ്ങനത്തെ കടയിൽ നിന്ന് വാങ്ങിയതേനെ കേട്ടോ. എൻ്റെ കയ്യിൽ ആ തിരിക്കണ അച്ചുണ്ട് കേട്ടോ, മറ്റേ സ്റ്റീലിൻ്റെ അച്ചുണ്ടല്ലോ അതുണ്ട്. അതിൻ്റെ വലിയ നൂലേക്കാർ എനിക്ക് അതിലാറ് ഈസി ആയിട്ട് നൂൽപുട്ട് ഉണ്ടാക്കാൻ സുഖം ഈ ഒരു ഇതിലാണ് കേട്ടോ, ഈ മരത്തിൻ്റെ അച്ചുകൊണ്ട്. ഞാനിത് വീഡിയോ സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതാ ചെറുതായിട്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പഠിച്ചോനെ പണ്ടൊക്കെ നൂൽപുട്ട് ചുട്ടീനെന്നേ പറയണ്ട. ഇതേപോലെ നൂൽപുട്ടിൻ്റെ അച്ചക്ക് മാവ് ഇട്ട് കൊടുത്താണ്ട് ഇതേപോലെ പീച്ചെടുക്കാണ്ടല്ലോ, പീച്ചെടുത്ത നൂൽപുട്ട് അതിൻ്റെ ഉള്ളൊന്നും പോരൂല. അത്രക്കും ബലം പിടിച്ചാണ്ട് ചെയ്താലും പോരൂല. തറവാട്ടിലൊക്കെ അതിനെന്നേ പണ്ടത്തെ കാലത്തെ കഥ കേട്ടോ പറയുന്നത്. പിന്നെ ആ മാവ് കൊണ്ട് ലാസ്റ്റ് അട ഉണ്ടാക്കലാണ്, അല്ലാതെ നൂൽപുട്ടായി കിട്ടൂല. ഇപ്പം പിന്നെ ഈസി ആയിട്ടോ അങ്ങനത്തെ അതിനൊക്കെ. പിന്നെ കുറേ നമ്മളിങ്ങനെ ചെയ്താവുമ്പോഴേ ഒക്കെ ശീലാവും നമുക്ക്. എന്ത് കാര്യം അങ്ങനെയാണല്ലോ, കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോൾ കൂടുതൽ ഉഷാറായി വരികയേ ചെയ്യുള്ളൂ. അല്ലാതെ എനിക്ക് വെക്കൂല എന്ന് പറഞ്ഞാണ്ട് ഉണ്ടാക്കാതൊക്കെ എടുത്ത് കേട്ടോ. ഉണ്ടാക്കി ആവുമ്പോൾ ശീലമായിക്കോളും. അപ്പോൾ നമ്മൾ നൂൽപുട്ടൊക്കെ ഇവിടെ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റാൻ വെച്ചിരിക്കണം കേട്ടോ. ഞാൻ വെള്ളം കുറച്ച് നേരത്തെ തന്നെ വെച്ചിനി. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചപ്പോൾ പിന്നെ നമ്മൾ സ്റ്റാൻഡ് അതിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡുമ്പോൾ 3 പ്ലേറ്റാണ് കേട്ടോ വെക്കാൻ കഴിയുക. 3 പിന്നെ നമ്മളവിടെ എക്സ്ട്രാ ആക്കി വെച്ചിക്കണമല്ലോ. ഇനി ഇതാണ് വെന്ത് വരുമ്പോൾ അത് അയക്കാണ് വെച്ച് കൊടുക്കും. അങ്ങനെ പെട്ടെന്നുണ്ട് കേട്ടോ നൂൽപുട്ടാകുമ്പോൾ. അത് ആവി കയറി വരട്ടെ. പിന്നെ ഞാൻ ജ്യൂസ് അടിക്കാൻ പിന്നെ പൈനാപ്പിളാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തുകൊണ്ട് പ്ലേറ്റിലാക്കി കൊടുത്താൽ കുട്ടികൾ ജ്യൂസ് അടിച്ചോളും. ഇതിൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു പച്ചപ്പുണ്ട് കേട്ടോ, അപ്പോൾ അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അതേപോലെ ഞാൻ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ തൊലി കളഞ്ഞെടുക്കുക. എനിക്ക് ഇങ്ങനെയാണ് എളുപ്പം. പൈനാപ്പിളിൻ്റെ തൊലി കളയാനൊരു മടിയാണ്, കാരണം കത്തി നല്ല മൂർച്ചുണ്ടെങ്കിൽ എളുപ്പമാവും. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാകുമ്പോൾ വലിയ റിസ്ക് ഇല്ല കേട്ടോ. അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് തൊലി കളഞ്ഞെടുക്കുമ്പോൾ എളുപ്പം കഴിയും. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തതാണ് ഞാൻ പ്ലേറ്റിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ മഞ്ജുമോള് ജ്യൂസ് അടിച്ചോളും. അപ്പോൾ തന്നെ നൂൽപൂട്ടിനൊക്കെ ആവി വന്ന് അത് ഞാനിതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഇതിൽ നിന്ന് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മളിവിടെ പീച്ച് വെച്ചിട്ടുണ്ടല്ലോ വേറെ 3 പ്ലേറ്റില്ല, ആ ഒരു 3 പ്ലേറ്റ് നമുക്ക് കയറ്റി കൊടുക്കും. പിന്നെ ഉണ്ടല്ലോ ഇന്നലത്തെ മിഞ്ഞാന്നത്തെ വീഡിയോയിൽ പിന്നെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. സെറീന റഷീദ് എന്നാണ് ഒരു ഐഡിൻ്റെ പേര്. അപ്പോൾ അവർക്ക് വലിയൊരു ഹായ്. പിന്നെ ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്, കമൻറ്റ് ഇടാറില്ല. എനിക്കും ഒരു ഹായ് തരണം. ഞാൻ തെറ്റില്ലാതെ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്, ചില റെസിപ്പികളും ട്രൈ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അത് യാസിദ് എന്നാണ് കേട്ടോ ഒരു ഐഡിൻ്റെ പേര്. അപ്പോൾ യാസിദിനും വലിയൊരു ഹായ്. പിന്നെ ഒരു ഹായ് തരാമോ, കമറുന്നീസ എന്നാണ് കേട്ടോ ഒരു ഐഡിൻ്റെ പേര്. അപ്പോൾ അവർക്കും വലിയൊരു ഹായ്. ഇനി ആരെങ്കിലും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വലിയൊരു ഹായ് കേട്ടോ. നിങ്ങൾ കമൻസൊക്കെ വായിക്കുമ്പം ഒരുപാട് സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞാൻ കമൻസിന് അധികം റിപ്ലൈ തരല് രാത്രിയിലാണ് കേട്ടോ. ഞാൻ കിടക്കുന്നതിൻ്റെ മുന്നേ ഫോൺ നോക്കിയിട്ടാണ് കമൻറ്റിന് റിപ്ലൈ തരല്. പിന്നെ അത് കഴിഞ്ഞിട്ട് കമൻറ്റ് ഇടുന്നതൊക്കെ പിന്നെ എപ്പോഴേലും കാണുമ്പോൾ റിപ്ലൈ കിട്ടുള്ളൂ, അല്ലാതെ കൽപ്പിച്ചുറ്റി തരായിട്ടല്ല കേട്ടോ. ചില ആൾക്കാർ വിചാരിക്കും എല്ലാവരും കമൻറ്റിനും റിപ്ലൈ തന്നിക്കണം, എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല എന്ന് കരുതും. അപ്പോൾ അത് ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ കാണുന്ന കമൻറ്റിനൊക്കെ ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരും. അതാണ് കേട്ടോ, അല്ലാതെ ആരും മനഃപൂർവ്വമായിട്ട് നമ്മൾ ഒഴിവാക്കല്ല.
അപ്പോൾ ഇതാ നൂൽപുട്ട് ചുടുന്നതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനുള്ള മാവും കൂടെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് ഇതാ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 1/4 കപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് 4 പ്രാവശ്യമാക്കി ഇട്ടിട്ട് കാണുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ ഒരു 1/4 കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പാല് ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മാവ് പിന്നെ കുഴച്ചെടുക്കുന്നത്. പിന്നെ പാലില്ലെങ്കിൽ നമ്മൾ സാധാ പച്ചവെള്ളം കൊണ്ട് കുഴച്ചെടുത്താലും മതി. പക്ഷേ പാല് ചേർത്താണ്ടാവുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. ഇനി പാലില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഞാൻ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഒന്ന് വന്ന് നോക്കിട്ടോ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ തേങ്ങ അരച്ചും ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ അരച്ച അരപ്പായിക്ക് ഒഴിച്ചു കൊടുത്തു. തേങ്ങ മഞ്ചുമുളാട്ട അരച്ചത്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അരയേണ്ടി. ഇനി ഞാൻ ശ്രദ്ധിക്കാതെ ഇട്ട് കൊടുത്തും ചെയ്ത്. തേങ്ങ അരക്കുമ്പോൾ എപ്പോഴും നല്ല ഫൈനായിട്ട് അരക്കണം, എന്നാലുള്ള കറി കാണാനും നല്ല ഭംഗി ഉണ്ടാവുക. എന്താ പറയുക, തേങ്ങ അരയാതെ ഇങ്ങനെ അവിടെ ഇവിടെ കിടക്കണ കാണുമ്പോഴേ ഒരു വൃത്തി ഉണ്ടാവില്ല, വൃത്തി തോന്നില്ല. കുഴപ്പമൊന്നുമില്ല, കുറച്ചൊന്നും കൂടി അരയേണ്ടേനി തോന്നിട്ടോ. കറിക്ക് ഒഴിച്ചു കൊടുത്ത് അതിക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി അത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പിന്നെ വേഗം കിച്ചണിൽ വന്നിട്ട് ഇതാ നമുക്ക് പിന്നെ സ്നാക്സ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആ ഒരു മാവ് കുഴച്ച് വെച്ചിട്ടാണ് തേങ്ങ അരച്ചതൊക്കെ ഒഴിക്കാൻ പോയിനത്. അപ്പോൾ ഇനി വേഗം അതിങ്ങനെ ബോൾസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബോൾസാക്കി എടുത്തത് പിന്നെ കുട്ടികൾ പ്രസ്സിൽ വെച്ചാണ്ടൊന്ന് അമർത്തി തരുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് പരത്തി കൊടുത്താൽ മതി. പിന്നെ അപ്പോൾ നമ്മൾ പൂവടയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിലാട്ടോ അത് ഉണ്ടാക്കണത്. നമ്മൾ നേരത്തെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്ട് പൂവടൻ്റെ ഷേപ്പിലാക്കി എടുക്കും. എന്നിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഇതാ നമ്മൾ ഫില്ലിംഗ് ഒക്കെ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ചൂടാറാൻ വേണ്ടി പ്ലേറ്റിക്കൊക്കെ മാറ്റി വെച്ചിനി. അപ്പോൾ ഇതാ ഒന്ന് ഞാൻ പരത്തിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫില്ലിംഗ് ഒക്കെ ആക്കി കൊടുത്തു. പിന്നെ അത് അതേപോലെ കൈ കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വക്കുണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഫില്ലിങ് പുറത്ത് വരില്ല, കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫസ്റ്റ് ഇട്ട് കൊടുത്തതിൽ ഫില്ലിങ് കുറച്ച് കുറവാട്ടോ. എൻ്റെ ആ ഒരു 2 തലക്കും ഫില്ലിങ് കുറച്ച് കുറവായിപ്പോയി. പിന്നെ ഫില്ലിങ് കുറച്ച് അധികം ചേർത്ത് കൊടുത്താലും ഗതികേടാണ്, ചിലപ്പം ഒട്ടി കിട്ടാൻ ബുദ്ധിമുട്ടാവും, അങ്ങനെ പൊട്ടിപ്പോരും. അപ്പോൾ ഒരു പാകത്തിനൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ മാവുക്ക് പാലൊക്കെ ചേർത്തുകൊണ്ടേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അതേപോലെ തന്നെ പിന്നെ ഫില്ലിങ്ങും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മൾ ചിക്കനൊക്കെ ചേർത്തതുകൊണ്ടേ. ഇതൊരു 1-2 കഴിച്ചാൽ തന്നെ നമ്മളെ വയറ് ഫില്ലാവും. പിന്നെ ജ്യൂസും ഇതൊക്കെ കഴിക്കുമ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തേ പിന്നെ നമുക്ക് ആക്കും പോലെ ചായയൊക്കെ കുടിച്ചാൽ മതി. നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചാൽ മതി. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് നമ്മളെ ചിക്കൻ കറി വെന്തിട്ടുണ്ടേനി. ചിക്കൻ കറിയൊക്കെ ഞാൻ അടുപ്പത്തു നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ അതിക്ക് പിന്നെ വെളിച്ചെണ്ണയിൽ ചെറുള്ളിയൊക്കെ അരിഞ്ഞിട്ട് തൂമിച്ച് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് കൊടുത്താണ്ട് അതിക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ നമുക്ക് സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കാം. അങ്ങനെ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനേ ഇങ്ങനത്തെ ഒരു പിന്നെ കട്ടിയുള്ള ചീനച്ചട്ടി ഉണ്ടല്ലോ, എളുപ്പമാണ് കേട്ടോ. നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണ്, അപ്പോൾ എളുപ്പം ഫ്രൈ ആയി കിട്ടും. ചൂടാവാൻ കുറച്ച് നേരം പിടിക്കും, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ചൂടാകാനൊക്കെ വെച്ചു. പിന്നെ നൂൽപുട്ടുണ്ടേനി ഇതേപോലെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു കൊടുത്തു. അങ്ങനെ നൂൽപുട്ട് ചൂടുന്ന പരിപാടി ഇതിൻ്റെ അടി കൂടെ അങ്ങനെ തീർന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. ഓയിൽ ചൂടായപ്പോൾ ഇതാ ഞാൻ നമ്മളെ സ്നാക്സൊക്കെ അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എളുപ്പമാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ. 2 വശം തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക, എളുപ്പമായി കിട്ടും. പിന്നെ അതേപോലെ തന്നെ എണ്ണയൊന്നും കുടിക്കൊന്നുമില്ല കേട്ടോ, അങ്ങനെ കുറേ എണ്ണയൊന്നും വേണ്ടത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാനത് 2 ഇട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ഇത്രയൊന്നും ഓയിൽ വേണമെന്നില്ല. പിന്നെ ഒന്നൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഓയിൽ മതി. ബാങ്ക് കൊടുക്കാനായിരിക്കണം കേട്ടോ സമയം. അപ്പോൾ ബാങ്ക് കൊടുക്കാനാകുമ്പോൾ നമുക്കൊരു ബേജാറാണല്ലോ. അപ്പോൾ വേഗം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തു. അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ, ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിരിക്കലില്ല. പിന്നെ ഞാനിപ്പോൾ ഒന്ന് നോമ്പാണെങ്കിലും കുറേ ജോലികൾ ചെയ്തൊരു ദിവസം കൂടിയാണ്. അപ്പം എന്നാലും എൻ്റെ മക്കൾ നോമ്പൊക്കെ നോറ്റതുകൊണ്ട് ഓർക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ പലഹാരം കാര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഓർക്കും അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് എനിക്കങ്ങനെ സമയമല്ല മക്കളെ ഇത് കഴിച്ചോളി എന്നൊക്കെ പറഞ്ഞാണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഓരോന്നും പറയൊന്നുമില്ല, പക്ഷെ എന്നാലും ഉള്ളിലുണ്ടാവുമല്ലോ മനസ്സിൽ.
ഉമ്മച്ചൊന്നും ഉണ്ടാക്കി തന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇത് വലിയൊരു ഇതിൽ പറയല്ല കേട്ടോ. ചില വീട്ടമ്മമാരുണ്ട് ഇതിനെക്കാട്ടിലും വർക്ക് ചെയ്യണ ഒരുപാട് വീട്ടമ്മമാരുണ്ട്. എന്നാലും വീട്ടുജോലിയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകണത് കേട്ടോ. ചിലരുണ്ട് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർ. ഓരോടാട്ടോ ഞാൻ പറയണത്. ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ഉള്ള സമയം കൊണ്ട് പിന്നെ എന്താ പറയുക, നമ്മളെ വീട്ടിലുള്ളവർക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഉള്ളത് വെച്ചാണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം എല്ലാ സമയത്തും നമ്മൾ കിച്ചണിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടുകാരെ സന്തോഷിപ്പിക്കുക. അപ്പോൾ ഒരു നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാ ബാങ്ക് കൊടുത്തിട്ടോ. ബാങ്ക് കൊടുത്ത് ഐഫക്കുട്ടി വേഗം പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ടെന്ന് നോമ്പ് തുറന്നിക്കണ്. ഞാനൊക്കെ ടേബിളുമ്മക്ക് ഒക്കെ എടുത്ത് വെക്കണുള്ളൂ. ഓളും ടേബിളുമ്മക്ക് ഒക്കെ എടുത്ത് വെക്കാനൊക്കെ കൂടീനി. ഏതായാലും ബാങ്ക് കേട്ട് നോമ്പൊക്കെ തുറന്നു. പിന്നെ ഇതാ ജ്യൂസൊക്കെ കുടിക്കാട്ടെ ഞങ്ങൾ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.